ഒരു മോശം പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് ഞങ്ങൾ നോക്കി നിൽക്കില്ല. ED റെയ്ഡിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഞങ്ങളുടെ സമരം ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയല്ല. LDF നേതാവായ പിണറായിയുടെ വീട് 8 മണിക്കൂർ നേരം ED ഉപരോധിച്ചു. CMRL, എക്സാലോജിക് എന്നിവ 2 കമ്പനികളാണ്. അവർ തമ്മിലുള്ള ഉടമ്പടികളോ ധാരണയോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ വിഷയം LDF ആണ്, പിണറായി വിജയനാണ്. പിണറായിയുടെ വീട്ടിൽ ഒരു മോശം പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് ഞങ്ങൾ നോക്കി നിൽക്കില്ലെന്നും അതിനർത്ഥം ആരുടെയെങ്കിലും ബിസിനസ് ഇടപാടിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നല്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് CPI. ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമെടുത്തിരുന്നു. പദവി കിട്ടിയേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി. വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്നും CPM-ന് മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ലെന്നും യോഗം വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ CPM-ൽ നിന്നും അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. CPI LDF-ന്റെ ഭാഗമാണ്. LDF-ന്റെ വളർച്ചയിലും താഴ്ചയിലും CPI-യുടെ പങ്കുണ്ട്. LDF എത്രമാത്രം CPM-ന്റേതാണോ അത്രയും CPI-യുടെ കൂടിയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF എന്നത് ഒരു പാർട്ടിയല്ല, മുന്നണിയാണ്. അതിനകത്ത് നിൽക്കുമ്പോൾ പാർട്ടികൾക്ക് കൊടുക്കുകയും ഏറ്റെടുക്കുകയും വേണ്ടിവരും. അത് തിരിച്ചറിയുമ്പോൾ പരിഹാരം ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മാത്രമല്ല, പ്രതിപക്ഷ ഉപനേതൃ പദവി നൽകാനാവില്ലെന്ന നിലപാടിലാണ് CPM. പ്രതിപക്ഷത്തിരുന്നപ്പോഴെല്ലാം ഉപനേതാവ് പദവി വഹിച്ചിരുന്നത് CPM ആയിരുന്നു എന്ന കീഴ്വഴക്കമാണ് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഇരു പാർട്ടികളുടെയും സംസ്ഥാന സെക്രട്ടറിമാർ നടത്തിയ ചർച്ചയും പരാജയമായിരുന്നു. അതേസമയം ED അന്വേഷണത്തെ ചോദ്യം ചെയ്ത് CMRL-ഉം അതിന്റെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച അപ്പീലുകൾ തള്ളിക്കൊണ്ടുള്ള ഡിവിഷൻ ബെഞ്ച് അന്വേഷണം തുടരാൻ അനുവദിച്ചുകൊണ്ട് നേരത്തെ പുറപ്പെടുവിച്ച സിംഗിൾ ജഡ്ജി വിധി ശരിവെച്ചു. ജസ്റ്റിസുമാരായ രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇത് പറഞ്ഞത്. ഷെഡ്യൂൾ ചെയ്ത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട FIR-ഓ പരാതിയോ ഇല്ലാത്തത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം പ്രകാരം സിവിൽ നടപടികൾ ആരംഭിക്കുന്നതിൽ നിന്നും ED-യെ തടയില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഷെഡ്യൂൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ രജിസ്ട്രേഷൻ നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരമുള്ള ക്രിമിനൽ പ്രോസിക്യൂഷന് മാത്രമേ നിർബന്ധമുള്ളൂവെന്നും സെക്ഷൻ 5 പ്രകാരമുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടൽ അല്ലെങ്കിൽ സെക്ഷൻ 50 പ്രകാരം നടത്തുന്ന അന്വേഷണങ്ങൾ പോലുള്ള സിവിൽ നടപടികൾക്ക് നിർബന്ധമല്ലെന്നും കോടതി വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ടുള്ള ബെഞ്ച് ECIR ഒരു നിയമപരമായ രേഖയല്ലെന്നും അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും PMLA പ്രകാരമുള്ള സിവിൽ നടപടികൾ ആരംഭിക്കുന്നതിന് തടസ്സമാകില്ലെന്നും നിരീക്ഷിച്ചു. തൽഫലമായി CMRL-ന്റെ ഹർജി തള്ളിക്കളഞ്ഞ മുൻവിധിയിൽ ഇടപെടാൻ കോടതിക്ക് ഒരു കാരണവും കണ്ടെത്താനായില്ല. വിധിന്യായത്തെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കാൻ കമ്പനിയെ പ്രാപ്തമാക്കുന്നതിന് നിർബന്ധിത നടപടികളിൽ നിന്നും 2 ആഴ്ച സംരക്ഷണം CMRL-ന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത്തരം ഇളവ് അനുവദിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി ബെഞ്ച് അപേക്ഷ നിരസിച്ചു. CMRL-ലെ വ്യവസ്ഥകൾ പ്രകാരം ED നേരത്തെ CMRL ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയച്ചിരുന്നു. ECIR രജിസ്റ്റർ ചെയ്ത സമയത്ത് ഷെഡ്യൂൾ ചെയ്ത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട FIR-ഓ പരാതിയോ നിലവിലില്ലാത്തതിനാൽ ഏജൻസിക്ക് അധികാര പരിധിയില്ലെന്ന് കമ്പനിയും ഉദ്യോഗസ്ഥരും അവരുടെ അപ്പീലിൽ വാദിച്ചു. കമ്പനി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പരാതി ഉൾപ്പെടെയുള്ള തുടർന്നുള്ള സംഭവവികാസങ്ങളെ അന്വേഷണത്തെ ന്യായീകരിക്കാൻ സിംഗിൾ ജഡ്ജി ബെഞ്ച് അനുചിതമായി ആശ്രയിച്ചുവെന്നും അവർ വാദിച്ചു. ഷെഡ്യൂൾ ചെയ്ത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട FIR ഇല്ലെങ്കിൽ പോലും വിശ്വസനീയമായ വിവരങ്ങൾ ലഭിക്കുമ്പോൾ അന്വേഷണം ആരംഭിക്കാനും ECIR രജിസ്റ്റർ ചെയ്യാനും ഏജൻസിക്ക് അധികാരമുണ്ടെന്ന് ED-ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ വാദിച്ചു. നിലവിലെ നടപടികൾ അന്വേഷണ ഘട്ടത്തിലാണ് എന്നും PMLA-യിലെ സെക്ഷൻ 44 പ്രകാരം പരാതി ഫയൽ ചെയ്യുന്നതിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെന്നും അദ്ദേഹം വാദിച്ചു. ചിലവുകളുടെ വിലക്കയറ്റം, നിയമവിരുദ്ധമായ പേയ്മെന്റുകൾക്കായി പണം കണ്ടെത്തൽ, വീണ വിജയനും എക്സാലോജിക് സൊല്യൂഷനും യാതൊരു സേവനവും നൽകാതെ 1.72 കോടി രൂപ സാങ്കല്പികമായി നൽകിയതായി ആരോപിക്കപ്പെടുന്ന ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലുകളെ ED കൂടുതൽ ആശ്രയിച്ചു. ഈ കണ്ടെത്തലുകളെയാണ് ഏജൻസി തങ്ങളുടെ നിലവിലുള്ള അന്വേഷണത്തിനുള്ള അടിസ്ഥാനമായി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.